കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആ സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സ്റ്റേഡിയം നാഷണൽ സ്റ്റേഡിയം. ഓ, ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് എപ്പോഴും സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ആളുകൾ ഒരിക്കലും വന്നില്ല. ഞാൻ അധികാരികളുടെ അടുത്തേക്ക് പോയി സ്റ്റേഡിയത്തിനായി കാര്യങ്ങൾ ചെയ്തു. ഞാൻ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പോയി. ഞാൻ ഒരു സുവിശേഷകനാണ്. ഇന്ന് 4 ആഴ്ചകൾക്കുള്ളിൽ ഞാൻ നാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു സുവിശേഷ യോഗം നടത്തുകയാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദയവായി വരൂ. ആരും സഹകരിക്കാൻ ആഗ്രഹിച്ചില്ല. ആ ദിവസം വന്നു. ഞാൻ പറഞ്ഞു, ഓ കർത്താവേ, നീ സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കാത്തിരുന്നു. ആദ്യ മീറ്റിംഗ് അവസാനിച്ചു. 100 പേരുണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ 10 മിനിറ്റ് പ്രസംഗിച്ചു. പെട്ടെന്ന് ആരോ അവിടെ വിളിച്ചു പറയാൻ തുടങ്ങി, എനിക്ക് ഇപ്പോൾ സുഖം പ്രാപിച്ചു. മറ്റൊരാൾ. ഇത് വളരെ വിചിത്രമാണ്. അന്ന് ഞാൻ രോഗശാന്തിയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുപോലുമില്ല. ഞാൻ എന്റെ ആദ്യ പാഠം പഠിച്ചു. ആ പാഠം, ഞങ്ങൾ പ്രസംഗകർ നമ്മുടെ വിരസമായ പ്രസംഗങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ യേശുവിന് പലപ്പോഴും കാത്തിരിക്കാനാവില്ല എന്നതാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവൻ വ്യഗ്രത കാണിക്കുന്നു. എന്നാൽ ആ രാത്രിയിൽ ഒരു അന്ധയായ സ്ത്രീക്ക് കാഴ്ച ലഭിച്ചു. ഒരു മുടന്തൻ നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഡിയം നിറഞ്ഞു. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു മീറ്റിംഗിൽ 3000 പേർ രക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഓ, സന്തോഷം ഭൂമിയെ ചുംബിക്കുന്നത് പോലെയാണെന്ന് ഞാൻ പറഞ്ഞു.